ഹായ് കുട്ടികളെ, എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, സോളിഡ്സിനകത്തുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ സെഷൻസൊക്കെ എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെ ബെൽ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഈ പാഠം നമുക്കറിയാം, സോളിഡ് സ്റ്റേറ്റ് വളരെ എളുപ്പമുള്ളൊരു പാഠമാണ്. അതിൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റ് ഏകദേശം നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സോളിഡ്സിനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ ഇൻസുലേറ്റേഴ്സ്. So solids are classified into three on the basis of electrical conductivity. അല്ലേ? അപ്പോൾ കണ്ടക്ടേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ 10⁴ to 10⁷ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. അല്ലേ? കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ 10⁴ മുതൽ 10⁷ വരെയാണ് കണ്ടക്ടിവിറ്റി എങ്കിൽ നമുക്ക് പറയാം അതൊരു കണ്ടക്ടർ ആയിരിക്കും. മെറ്റൽസൊക്കെ അതിനകത്താണ് വരുന്നത് അല്ലേ? മിക്കവാറും മെറ്റൽസൊക്കെ അതിനകത്താണ് വരുന്നത്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ എത്രയാണ്? ഇൻ ബിറ്റ്വീൻ 10⁻⁻⁶ to 10⁴ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. എന്നാൽ ഇൻസുലേറ്റേഴ്സിൻ്റെ പ്രത്യേകത കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. 10⁻20 to 10⁻10 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പോൾ സോളിഡ്സിനെ നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ. കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. 10⁻⁴ to 10⁻⁷ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സ് 10⁻⁻⁶ മുതൽ 10⁻⁴ വരെ. ഇൻസുലേറ്റേഴ്സ് 10⁻⁻20 മുതൽ 10⁻⁻10 വരെ. അപ്പോൾ നമ്മൾ ഈ കണ്ടക്ടിവിറ്റി വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മളൊരു തിയറിയാണ് ഉപയോഗിക്കുന്നത്. ആ തിയറിയുടെ പേരാണ് വാലൻസ് ബാൻഡ് തിയറി. അപ്പോൾ എന്താണ് ഈ വാലൻസ് ബാൻഡ് തിയറി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. വാലൻസ് ബാൻഡ് തിയറി പറയുന്നത് ഈ സോളിഡ്സിനകത്ത് രണ്ട് ബാൻഡുകൾ കാണപ്പെടുന്നുണ്ട്. സോളിഡ്സിനകത്ത് രണ്ട് ബാൻഡുകളുണ്ട്. അപ്പോൾ ഈ ബാൻഡുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യുലാർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. +1 ക്ലാസ്സുകൾക്ക് ഇത് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാകുന്നു? മോളിക്യുലാർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു. ഈ മോളിക്യുലാർ ഓർബിറ്റൽസ് സിമിലർ എനർജി ആണെങ്കിൽ അവർ ബാൻഡുകളായിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെ രണ്ട് തരം ബാൻഡുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് വാലൻസ് ബാൻഡും അതുപോലെ കണ്ടക്ഷൻ ബാൻഡും. വാലൻസ് ബാൻഡും അതുപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡും. എന്താണ് വാലൻസ് ബാൻഡ്, എന്താണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് നമുക്ക് നോക്കാം. വാലൻസ് ബാൻഡ് ഒന്നെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ അവിടെയാണ് വാലൻസ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. എന്നാൽ കണ്ടക്ഷൻ ബാൻഡിൻ്റെ പ്രത്യേകത അത് എംപ്റ്റി ആയിരിക്കും, കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കില്ല. അപ്പോൾ ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും എങ്ങനെയാണ് കാണപ്പെടുന്നത്? കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത കണ്ടക്ടേഴ്സിനകത്ത് ഈ വാലൻസ് ബാൻഡ് അവിടെ നമ്മൾ കളേർഡായിട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ? ആ കളേർഡായിട്ട് കാണുന്ന, ഡാർക്കായിട്ട് കാണുന്ന ബാൻഡാണ് വാലൻസ് ബാൻഡ്. ആ വാലൻസ് ബാൻഡ് പാർഷ്യലി ഫിൽഡ് ആണ്. ഈ വാലൻസ് ബാൻഡ് പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള വാലൻസ് ബാൻഡ് കണ്ടക്ഷൻ ബാൻഡുമായിട്ട് മേലെ കൊടുത്തിരിക്കുന്ന ആ എംപ്റ്റി ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ് അല്ലേ? ഈ രണ്ട് ബാൻഡും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഇത് രണ്ടും പരസ്പരം ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ conductors, partially filled valence band and conduction band that is unoccupied, right? These are overlapped each other. അതുകൊണ്ടാണ് കണ്ടക്ടേഴ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും കണ്ടക്ടിവിറ്റി ഉള്ളത്. എന്നാൽ സെമി കണ്ടക്ടേഴ്സിലേക്ക് വരാം. സെമി കണ്ടക്ടേഴ്സിനകത്ത് ഈ കണ്ടക്ഷൻ ബാൻഡ്
കണ്ടക്ഷൻ ബാൻഡ് എപ്പോഴും അൺഓക്യുപ്പൈഡ് ആണല്ലോ അല്ലേ. എന്നാൽ താഴെയുള്ള വാലൻസ് ബാൻഡ് നോക്കുക, അത് ഫിൽഡ് ആണ്. അപ്പോൾ ഫിൽഡ് ആയിട്ടുള്ള വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അവിടെ ഒരു സ്മോൾ എനർജി ഗ്യാപ്പ് ഉണ്ട്. സ്മോൾ എനർജി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ വളരെ എളുപ്പമായിരിക്കില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കണ്ടക്ടേഴ്സിനേക്കാളും കണ്ടക്ടിവിറ്റി സെമി കണ്ടക്ടേഴ്സിന് കുറവാണ്. ബിക്കോസ് ദർ ഈസ് എ സ്മോൾ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ഫിൽഡ് വാലൻസ് ബാൻഡ് ആൻഡ് അൺഓക്യുപ്പൈഡ് കണ്ടക്ഷൻ ബാൻഡ്സ്. ഇനി നമ്മൾ ഇൻസുലേറ്റേഴ്സിലേക്ക് വരാം. ഇൻസുലേറ്റേഴ്സിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ വാലൻസ് ബാൻഡ് ഫിൽഡ് തന്നെയാണ്, പക്ഷേ അൺഓക്യുപ്പൈഡ് ആയിട്ടുള്ള കണ്ടക്ഷൻ ബാൻഡും ഫിൽഡ് ആയിട്ടുള്ള വാലൻസ് ബാൻഡും തമ്മിൽ ലാർജ് എനർജി ഗ്യാപ്പ് ഉണ്ട്. അതായത് അതൊരു ഫോർബിഡൻ സോണാണ്. അത്രയും വലിയ എനർജി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്തിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇൻസുലേറ്റേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി വളരെ കുറവായി കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക, ഇൻ ദി കേസ് ഓഫ് കണ്ടക്ടേഴ്സ് വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ആർ ഓവർലാപ്ഡ് ഈച്ച് അതർ. Electrons can easily move to conduction band. They have high conductivity. In the case of semiconductors, there is a small energy gap between a partially filled valence band and conduction band. So electrons cannot easily move to conduction bands. In the case of insulators, the energy gap between valence band and conduction band is very large. That is a forbidden zone. ഇതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സ്മോൾ എനർജി ഗ്യാപ്പാണ്. സെമി കണ്ടക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെമി കണ്ടക്ടേഴ്സ് നമ്മൾ പല ഡിവൈസസിനകത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പ്രധാനപ്പെട്ട സെമി കണ്ടക്ടേഴ്സ് ആണല്ലോ സിലിക്കണും അതുപോലെ ജർമാനിയും ഒക്കെ. അപ്പോൾ ഇവരുടെ ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി വേണമെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റും. സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി നമ്മൾ ചിലപ്പോൾ ഹീറ്റ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് കൂട്ടാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരെ നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ചില സെമി കണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി കൂട്ടാൻ നമ്മൾ അതിനകത്തേക്ക് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി ചേർക്കാറുണ്ട്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. Okay, so the conductivity of semiconductors such as silicon, germanium, etc. can be increased by heating. Such semiconductors are known as intrinsic semiconductors. എന്നാൽ ചില സെമികണ്ടക്ടേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി നമ്മൾ കൂട്ടുന്നത് എങ്ങനെയാണ്? ബൈ ആഡിങ് സം ഇമ്പ്യൂരിറ്റി. So that process is known as doping. Okay, അപ്പോൾ ഇതാണ് നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ സോളിഡ്സിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ സോളിഡ്സിനെ നമ്മൾ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. പാരാമാഗ്നറ്റിക് സോളിഡ്സ്, ഡയാമാഗ്നറ്റിക് സോളിഡ്സ്, ഫെറോമാഗ്നറ്റിക് സോളിഡ്സ്, ഫെറിമാഗ്നറ്റിക് solids and anti ferromagnetic. ഇങ്ങനെ 5 ആക്കിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ അല്ലേ. അപ്പോൾ എന്താണ് ഈ പാരാമാഗ്നറ്റിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ? പാരാമാഗ്നറ്റിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് സോളിഡ്സ് ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്സ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഈ സോളിഡ്സ് ആ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു വീക്ക് അട്രാക്ഷൻ മാത്രമേ കാണിക്കൂ. ഈ പാരാമാഗ്നറ്റിസത്തിന് കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് അവരെന്ത് കാണിക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ വീക്ക് അട്രാക്ഷൻ കാണിക്കും എന്നുള്ളതാണ്. സോ വാട്ട് ആർ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്? പാരാമാഗ്നറ്റിക് സോളിഡ്സ്, ദീസ് ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്സ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് അല്ലേ. നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ Cu2+, O2, അതുപോലെ Cr3+, Fe3+, ഇതൊക്കെ പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള സോളിഡുകളാണ്. കാരണം ഇവിടെയൊക്കെ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ വീക്കായിട്ട് അവർ റിപ്പൽഷൻ കാണിക്കും അല്ലേ. എന്നാൽ ഡയാമാഗ്നറ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് ആർ ദ സോളിഡ്സ് വിച്ച് ആർ
വീക്ക്ലി റിപ്പൽഡ് ബൈ. നേരത്തെ എന്താണ്? വീക്ക്ലി അട്രാക്റ്റഡ് ആണ് അല്ലേ? വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ, വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇവിടെ എന്താണ്? വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ ഇവർ വളരെ വീക്കായിട്ടുള്ളൊരു റിപ്പൽഷൻ കാണിക്കും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പെയ്ഡ് ഇലക്ട്രോൺസ്. അവിടെ ഇലക്ട്രോൺസ് ഒക്കെ പെയ്ഡ് ആയിരിക്കും അല്ലേ? പാരാമാഗ്നറ്റിക് എന്താണ്? ഇറ്റ് ഈസ് വീക്ക്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്, whereas diamagnetic it is weakly repelled by magnetic field due to the presence of paired electrons. നമുക്കറിയാം. എക്സാമ്പിൾ ഏതൊക്കെയാണ്? NaCl, H2O, ബെൻസീൻ, ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ഡയാമാഗ്നറ്റിക്കിൻ്റെ എക്സാമ്പിളാണ് എന്നുള്ളതാണ്. ഓക്കെ. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം കേസാണ്. ഇത് ആക്ച്വലി പാരാമാഗ്നറ്റിസം തന്നെയാണ് ഇത് മൂന്നും. പക്ഷേ പാരാമാഗ്നറ്റിസത്തിൻ്റെ ഒരു എക്സ്ട്രീം കേസാണ് ഫെറോ മാഗ്നറ്റിക്. ഇവിടെ ഒരു പ്രത്യേകത, നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അടുത്തേക്ക് ഇവരെ കൊണ്ടുവന്നു, അവർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആവും. സോ ദീസ് സോളിഡ്സ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ. ഇനി നമ്മൾ ആ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്യണം. മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും ഇവരെന്ത് കാണിക്കും? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും എന്നുള്ളതാണ്. സോ ദീസ് സോളിഡ്സ് are strongly attracted by magnetic fields and they show magnetic behavior even in the absence of magnetic field. മനസ്സിലായി? അപ്പോൾ സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആവുന്ന സോളിഡ്സ് ആണ് ഫെറോമാഗ്നറ്റിക്. ഫെറോമാഗ്നറ്റിക്കിൻ്റെ പ്രത്യേകത ഇവിടെ ഡൊമൈൻസ് ഒക്കെ ഒരേ ഡയറക്ഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുക. ഡൊമൈൻസ് ആർ അറേഞ്ച്ഡ് ഇൻ സെയിം ഡയറക്ഷൻ. സോ വാട്ട് യു മീൻ ബൈ ഡൊമൈൻസ്? ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ ഈ ആറ്റംസ്, സ്മോൾ ആറ്റംസ്, നമുക്കറിയാം മെറ്റാലിക് ആറ്റംസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ മെറ്റാലിക് ആറ്റംസിനകത്ത് അയോൺസ് ക്ലസ്റ്റർ ചെയ്ത ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൊമൈൻസ്. അപ്പോൾ ഇവിടെ ഡൊമൈൻസ് ഒക്കെ എന്തായിരിക്കും? ഡൊമൈൻസ് ഒക്കെ ഒരേ ഡയറക്ഷനിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ആരോ മാർക്സ് കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് ഫെറോ മാഗ്നറ്റിക് ആണ്. ഈ കൊടുത്തിരിക്കുന്ന ആരോ മാർക്ക് എന്തല്ല? ഇലക്ട്രോൺ അല്ല, ദീസ് ആർ ഡൊമൈൻസ്. ഓക്കെ. ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അയോൺസ് ക്ലസ്റ്റർ ചെയ്ത ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻസ്. ഇൻ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഓൾ ദ ഡൊമൈൻസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദേ ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്സ്. ദേ ഷോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ്. They are the extreme cases of paramagnetic solids, like paramagnetism. Here domains are arranged in the same direction. Domains എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? അയോൺസ് ക്ലസ്റ്റർ ചെയ്ത ഗ്രൂപ്പ്സിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻസ്. ഫെറോമാഗ്നറ്റിക്കിൻ്റെ എക്സാമ്പിൾ അയേൺ, കൊബാൾട്ട്, നിക്കൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഫെറോമാഗ്നറ്റിക് ആണ്. കാരണം അവർ പെർമനൻ്റ്ലി മാഗ്നറ്റൈസ്ഡ് ആയിട്ടുള്ള സോളിഡ്സ് ആയിരിക്കും. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഫെറി മാഗ്നറ്റിക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഡൊമൈൻസ് അൺഈക്വലി അറേഞ്ച് ചെയ്തിരിക്കുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമുക്ക് നോക്കാം ഡൊമൈൻസ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൊമൈൻസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഹിയർ ദ ഡൊമൈൻസ് ആർ അറേഞ്ച്ഡ് അൺഈക്വലി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ ഡൊമൈൻസ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ ഡൊമൈൻസ് അൺഈക്വലി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ വലിയൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് പ്രതീക്ഷിക്കും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി മെഷർ ചെയ്യുന്ന അല്ലേ, മെഷർമെൻ്റ് ആണല്ലോ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ നമ്മൾ വലിയൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് പ്രതീക്ഷിക്കും. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും മാഗ്നറ്റിക് മൊമെൻ്റ് ഒന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ അൺഈക്വലി അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പോൾ ചെറിയൊരു അല്ലേ ഒരു സ്ലൈറ്റ് ക്യാൻസലേഷൻ, കുറച്ചൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ഫെറിമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? ഫെറിമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഹിയർ ഡൊമൈൻസ് ആർ അറേഞ്ച്ഡ് അൺഈക്വലി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. Domains are arranged unequally in opposite direction. The net magnetic moment is less. അല്ലേ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു വാല്യൂ അവിടെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എക്സാമ്പിൾ ZnFe2O4 അല്ലേ? ZnFe2O4 ഒരു ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസാണ്.
അതുപോലെ MgFe2O4 ഇതൊക്കെ പ്രധാനപ്പെട്ട ഫെറി മാഗ്നറ്റിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ്. ആൻറ്റി ഫെറോ എന്ന് പറയുമ്പോൾ ഫെറോയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. എന്തായിരിക്കും ഫെറോൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്? ഡൊമൈൻസ് ആർ അറേഞ്ച്ഡ് ഈക്വലി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. You can see that all the domains, എല്ലാ ഡൊമൈൻസും ഈക്വലി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സ്വാഭാവികമായും നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എത്രയായിരിക്കും? നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും ഹൈ മാഗ്നറ്റിക് മൊമെന്റ് കാണിക്കുന്നത് ആരായിരിക്കും? ഫെറോ മാഗ്നറ്റിക് ആയിരിക്കും. കാരണം എല്ലാ ഡൊമൈൻസും ഒരേ ഡയറക്ഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫെറിക് ആയിരിക്കും. അവിടെ ഡൊമൈൻസ് അൺഈക്വലി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ആൻറ്റി ഫെറോയിൽ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. കാരണം ഓൾ ദ ഡൊമൈൻസ് ആർ അറേഞ്ച്ഡ് ഈക്വലി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ MnO എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള സോളിഡ് ആണ്. So these are all about the magnetic properties of solids. So on the basis of magnetic property, solids can be broadly classified into 5: paramagnetic, diamagnetic, ferromagnetic, ferrimagnetic and antiferromagnetic. അപ്പോൾ ഈ സെഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട 3 പോയിന്റ്സ്: ഈ ഡൊമൈൻസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഡൊമൈൻസിൻ്റെ പിക്ചർ റെപ്രസെൻറ്റേഷൻ, അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരും. കുറേ എക്സാമ്പിൾസ് വന്നിട്ട് ക്ലാസിഫൈ ദ ഫോളോയിങ് ടു എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരും. ചിലപ്പോഴൊക്കെ ഡിഫൈൻ പാരാമാഗ്നറ്റിസം അല്ലെങ്കിൽ ഡിഫൈൻ ഫെറിമാഗ്നറ്റിസം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഈ സെഷൻ വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സെഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളിടുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രത്യേക സമയത്ത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മീഡിയമാണിത്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.